നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വാർത്തകളുടെ ലോകത്തേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പങ്കുവയ്ക്കാനുള്ളത് 13-കാരിയെ കണ്ടെത്തി എന്ന സന്തോഷ വാർത്തയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് ആശങ്ക തീർത്ത സംഭവമായിരുന്നു 13-കാരിയെ കാണാതായത്. ഇന്നലെ രാത്രിയോടെ തന്നെ പെൺകുട്ടിയെ കണ്ടെത്തി. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴക്കൂട്ടത്തു നിന്നും കാണാതായ 13 വയസ്സുകാരി പെൺകുട്ടിക്കായി പോലീസ് തലങ്ങും വിലങ്ങും അന്വേഷിച്ചെങ്കിലും തുടക്കത്തിൽ ഫലമുണ്ടായില്ല. അവസാനം മലയാളികൾ അതങ്ങ് ഏറ്റെടുത്തു. പോലീസിന് കണ്ടെത്താനാകാത്തത് പ്രവാസി മലയാളികൾ കണ്ടുപിടിച്ചു. കഴക്കൂട്ടത്തു നിന്നും കാണാതായ 13 വയസ്സുകാരി പെൺകുട്ടിക്കായി കഴക്കൂട്ടം വനിതാ SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പുലർച്ചെ വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടു. ഇന്നലെ രാവിലെ അമ്മയോട് പിണങ്ങി വീട്ടിൽ നിന്നിറങ്ങി. പിന്നീട് കാണാതായ പെൺകുട്ടിയെ 37 മണിക്കൂർ നേരത്തെ തെരച്ചിലിനൊടുവിൽ ഇന്നലെ വൈകിട്ടോടെ വിശാഖപട്ടണത്ത് നിന്നാണ് കണ്ടെത്തിയത്. കുട്ടി ഇപ്പോൾ RPFന്റെ സംരക്ഷണയിലാണുള്ളത്. കഴക്കൂട്ടം SHOയുടെ സംഘം വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടിരുന്നു. അവിടുത്തെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കുട്ടിയെ എത്രയും പെട്ടെന്ന് കേരളത്തിൽ എത്തിച്ച് ഇവിടുത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പുലർച്ചെ 4 മണിയോടെ പോലീസ് സംഘം വിശാഖപട്ടണത്തേക്ക് പോയി. 2 ദിവസം ഭക്ഷണം കഴിക്കാത്തതിലെ ക്ഷീണം മാത്രമാണ് കുട്ടിക്കുള്ളത്. കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴികൾ രേഖപ്പെടുത്തിയതിനു ശേഷം പോലീസ് വഴി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കുട്ടിക്ക് കൗൺസിലിംഗ് നൽകുമെന്നും പോലീസ് അറിയിച്ചു. വിശാഖപട്ടണത്തെ മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ താമ്പരം എക്സ്പ്രസിൽ നിന്നാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത്. ബർത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു കുഞ്ഞ്. 2 ദിവസമായി ആഹാരം കഴിക്കാത്തതിനാൽ കണ്ടെത്തുമ്പോൾ കുഞ്ഞ് ക്ഷീണിതയായിരുന്നു. കഴിഞ്ഞ ദിവസം ട്രെയിനിൽ കയറിയത് മുതൽ വെള്ളം മാത്രമാണ് കുടിച്ചത്. 50 രൂപയും ഒരു ചെറിയ ബാഗിൽ വസ്ത്രങ്ങളും കൊണ്ടാണ് കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. അമ്മ തല്ലിയതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങിപ്പോയതാണെന്നും ജന്മദേശമായ അസാമിലേക്ക് പോകുകയായിരുന്നുവെന്നും കുട്ടി മലയാളി അസോസിയേഷൻ പ്രതിനിധികളോട് പറഞ്ഞിരുന്നു. RPFന് കൈമാറിയ കുഞ്ഞിന് ആഹാരവും വെള്ളവും ഉദ്യോഗസ്ഥർ വാങ്ങി നൽകി. കുട്ടിക്ക് മറ്റ് യാതൊരു വിധത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും അധികൃതർ അറിയിച്ചിരുന്നു. മാതാപിതാക്കൾക്ക് കുട്ടിയുമായി സംസാരിക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. മകളെ തിരിച്ചു കിട്ടിയതിൽ സന്തോഷമെന്നായിരുന്നു വിതുമ്പി കണ്ണു നിറഞ്ഞ് മാതാപിതാക്കളുടെ പ്രതികരണം. 2 ദിവസമായി വിശന്നിരുന്ന കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമുണ്ടെന്നും അവർ കണ്ണു നിറഞ്ഞു പറഞ്ഞു. ഫോണിലൂടെ മകളെ ആശ്വസിപ്പിച്ചായിരുന്നു മാതാപിതാക്കൾ സംസാരിച്ചത്. സഹോദരിയെ കണ്ടെത്തിയതിൽ സന്തോഷമെന്നും കേരളത്തിന് നന്ദിയെന്നും തസ്മിതിന്റെ സഹോദരനും പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം തമ്പാനൂരിലെത്തി ട്രെയിൻ കയറിയ പെൺകുട്ടി കന്യാകുമാരിയിലെത്തി അവിടെ നിന്നുമാണ് അസാമിലേക്കുള്ള ട്രെയിൻ കയറിയത്. ട്രെയിനിൽ സഞ്ചരിക്കവേ ബബിത എന്ന വിദ്യാർത്ഥിനി എടുത്ത കുട്ടിയുടെ ഫോട്ടോ ആണ് അന്വേഷണത്തിന് നിർണായകമായത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കുട്ടി ചെന്നൈയിലേക്കുള്ള ട്രെയിൻ കയറിയതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ചെന്നൈയിലെത്തിയതിന്റെ CCTV ദൃശ്യം കിട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കന്യാകുമാരിയിൽ നിന്നാണ് പെൺകുട്ടി ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ കയറിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3 മണിയോടെ ട്രെയിനിൽ നിന്നിറങ്ങി കുപ്പിയിൽ കുടിവെള്ളം ശേഖരിച്ച ശേഷം വീണ്ടും ട്രെയിൻ കയറുന്ന പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. പ്രത്യേക പോലീസ് സംഘം റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് പ്രവാസി മലയാളികളുടെ ഇടപെടലോടെ ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.